റിയാസുനിൽ നമ്മളുടെ വിഷയം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശശി തരൂർ പല അഭ്യൂഹങ്ങളും നിലനിൽക്കുകയാണ്. നേരത്തെ തന്നെ അഭ്യൂഹങ്ങളൊക്കെ ആകാശത്തുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ ലക്ഷ്മണരേഖ ലംഘിച്ച് ഇതാദ്യമായിട്ടല്ല ശശി തരൂർ പോകുന്നത്. പലതവണ ലക്ഷ്മണരേഖകൾ ലംഘിച്ചു. പക്ഷേ അപ്പോഴെല്ലാം ഒറ്റപ്പെട്ട പ്രതികരണങ്ങളിലും താക്കീതുകളിലും ഒതുക്കി കോൺഗ്രസ് ഹൈക്കമാൻഡ്. ഇന്ന് കെ സി വേണുഗോപാൽ പറയുന്നു, ലക്ഷ്മണരേഖ ആര് ലംഘിച്ചാലും നടപടിയുണ്ടാകുമെന്ന് പറയുന്നത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ റഷ്യയിലേക്ക് പോയിരിക്കുന്നത് മോദിയുടെ ഒരു നയതന്ത്ര ദൗത്യവുമായിട്ടാണ് എന്ന വാർത്ത വരുന്നു. അതിനോടൊപ്പം നരേന്ദ്രമോദിയെക്കുറിച്ച് ഹിന്ദിയിൽ സംസാരിക്കുന്ന നരേന്ദ്രമോദിയെക്കുറിച്ച് പണ്ട് പറഞ്ഞ ഒരു വീഡിയോ അദ്ദേഹം റീട്വീറ്റ് ചെയ്യുന്നു, ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവയ്ക്കുന്നു. അപ്പം ഇതെല്ലാം കോൺഗ്രസിൻ്റെ നിലപാടുകൾക്ക് വിരുദ്ധമാണ്. എന്താണ് ശശി തരൂരിന് സംഭവിക്കുന്നത്? ഇതെല്ലാം തരൂരിൻ്റെ തന്ത്രമാണോ? അരുൺ, ശശി തരൂർ ഒരുപാട് സവിശേഷതകളുള്ള നേതാവ് തന്നെയാണ്. അദ്ദേഹം നയതന്ത്രജ്ഞനാണ്, അക്കാദമിക വിദഗ്ധനാണ്, അതുപോലെ ചിന്തകനാണ്, എഴുത്തുകാരനാണ്. ആ നിലയിൽ ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഒരു നേതാവ് തന്നെ, ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ശശി തരൂർ. കഴിഞ്ഞ 16 വർഷമായി കോൺഗ്രസ് നേതാവാണ്, 16 വർഷമായി പാർലമെന്റ് അംഗമാണ്. ആദ്യകാലത്ത് നമുക്കറിയാം 2009 മുതൽ 2014 വരെയുള്ള കാലത്ത് നരേന്ദ്രമോദിയുടെ മന്ത്രിയായിരുന്നു. 2014 മുതൽ 2019 വരെയുള്ള കാലത്ത് നരേന്ദ്രമോദിയുടെ ശക്തമായ വിമർശകനായിരുന്നു. 2019 ശേഷമുള്ള കാലത്ത് പരിശോധിച്ചാൽ അദ്ദേഹം കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു പ്രതിപക്ഷ അംഗം എന്നതിലുപരി കോൺഗ്രസിനുള്ളിൽ തന്നെ പടവെട്ടുന്ന ഒരു നേതാവായി ശശി തരൂർ മാറിയിരുന്നു. അന്ന് G23 ഗ്രൂപ്പിൻ്റെയൊക്കെ ഭാഗമായി നേതൃത്വത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് രംഗത്ത് വന്നു. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരെ മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ പ്രവർത്തക സമിതി അംഗമായി. 2024 കൂടി അദ്ദേഹത്തിന് കോൺഗ്രസ് തിരുവനന്തപുരത്ത് ടിക്കറ്റ് നൽകി അദ്ദേഹം വിജയിച്ചു വന്നു. ഏതായാലും 2009 അദ്ദേഹം ആദ്യമായി മത്സരിക്കുന്നതെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയൊക്കെ തന്നെ തുടർന്നുള്ള കാലങ്ങളിൽ തിരുവനന്തപുരത്ത് നിന്ന് വിജയിച്ചു വരാൻ ശശി തരൂരിനെ സഹായിച്ചിട്ടുണ്ട്. ആ നിലയിൽ നല്ല പ്രവർത്തനം ശശി തരൂർ കാഴ്ചവെച്ചിട്ടുമുണ്ട്. പക്ഷേ കഴിഞ്ഞ 6 മാസത്തെ ഒരു കാലമെടുത്ത് പരിശോധിച്ചാൽ എത്ര തവണയാണ് നരേന്ദ്രമോദിയെ ശശി തരൂർ പ്രകീർത്തിച്ചതെന്ന് നമുക്ക് മനസ്സിലാകും. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ശശി തരൂർ പറഞ്ഞത് ജമ്മു കാശ്മീരിൽ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ ശക്തമായി എതിർത്തത്, ശക്തമായി നേരിട്ടത്, അടിച്ചമർത്തിയത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷമാണ് എന്നതാണ്. അപ്പോൾ അതിനു മുൻപ് അങ്ങനെയൊരു നീക്കം കോൺഗ്രസിന്റെ സർക്കാരുകളൊന്നും ചെയ്തിട്ടില്ല എന്നൊരു ചോദ്യം അവിടെ ഉയർന്നു. ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് നരേന്ദ്രമോദിക്ക് ഇത്രയും നല്ലൊരു PROനെ കിട്ടിയിട്ടുണ്ടാവില്ല. അത്രയും ഭംഗിയായിട്ടാണ് ഓപ്പറേഷൻ സിന്ദൂരിനെ ശശി തരൂർ വിവരിച്ചത്, വിശേഷിപ്പിച്ചത്, പ്രചരിപ്പിച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ച വെടിനിർത്തലിൽ അമേരിക്കയുടെ മധ്യസ്ഥതയുണ്ടായി എന്ന വിമർശനങ്ങൾ വന്നപ്പോൾ ആ വിമർശനം രാഹുൽ ഗാന്ധി ഉയർത്തിയപ്പോൾ അതിന് മറുപടി പറഞ്ഞത് ശശി തരൂരായിരുന്നു. അപ്പോൾ ആ നിലയിലേക്ക് ശശി തരൂരിൻ്റെ മാറ്റങ്ങൾ വരികയാണ്. ഇപ്പോൾ നേതൃത്വത്തിലെ ചിലരുമായി തനിക്ക് അഭിപ്രായ ഭിന്നതയുണ്ട് എന്ന് ശശി തരൂർ തുറന്നു പറയുന്നു. ഇപ്പോൾ ശശി തരൂർ വിദേശയാത്രയിലേക്ക് പോയിരിക്കുന്നു. ആ വിദേശയാത്ര ഔദ്യോഗിക യാത്രയാണ് എന്നാണ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി സർവകക്ഷി സംഘം വിദേശത്തൊക്കെ തന്നെ പോയി തിരിച്ചെത്തി പ്രധാനമന്ത്രിയുടെ വസതിയിൽ എല്ലാവർക്കും വിരുന്ന് നൽകിയ സർവകക്ഷി സംഘത്തെയൊക്കെ തന്നെ പിരിച്ചുവിട്ടതാണ്. പിന്നെ എന്തിന് ശശി തരൂർ വിദേശത്തേക്ക് പോയി എന്നത് വലിയൊരു ചോദ്യമാണ്. ശശി തരൂർ പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. പാർലമെന്റ് വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ ആ ഒരു കമ്മിറ്റിയുടെ ചുമതല എന്നത് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുക, പാർലമെന്റിന്റെ നടപടിക്രമങ്ങൾ നിരീക്ഷിക്കുക, വിദേശകാര്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഇടപെട്ട് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിക്കുക. പാർലമെന്റിൽ ഒതുങ്ങുന്നതാണ് ആ സമിതി. അപ്പോൾ പാർലമെന്റിന്റെ ആ ഒരു സമിതിയുടെ അനുമതിയില്ലാതെ മറ്റെന്തെങ്കിലും ഒരു നടപടിയിലേക്ക് പോകാൻ കഴിയുകയില്ല. അപ്പോൾ പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അറിയാതെ, കോൺഗ്രസ് അറിയാതെ ശശി തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വക്താവായി വീണ്ടും വിദേശത്തേക്ക് പോയോ? കോൺഗ്രസിൻ്റെ അനുമതി ഇക്കാര്യത്തിൽ ശശി തരൂർ തേടിയിട്ടുണ്ടോ? ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ ചോദ്യങ്ങൾ ഉയരുകയാണ്. ഏതായാലും ഇന്ന് കെ സി വേണുഗോപാൽ വളരെ ശക്തമായൊരു സന്ദേശം നൽകിയിട്ടുണ്ട്. കാരണം ഈ ഒരു ലക്ഷ്മണ രേഖ കടക്കുകയാണെങ്കിൽ ശക്തമായ നടപടിയെടുക്കും എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി കോൺഗ്രസ് അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു നടപടി എടുത്തതായി കാണുന്നില്ല. ശശി തരൂരിനെതിരെ കടുത്ത നടപടി എടുക്കേണ്ടതില്ല എന്നൊക്കെ ഹൈക്കമാൻഡ് നേതാക്കൾ പറയുന്നൊരു സാഹചര്യമുണ്ട്. ഹിന്ദുത്വ രാഷ്ട്രീയം തനിക്ക് ചേരില്ല എന്ന് ശശി തരൂർ ആവർത്തിച്ച് പറയുന്നു. അതേസമയം നരേന്ദ്രമോദി
നരേന്ദ്രമോദി ശശി തരൂരിന് ഏറ്റവും മികച്ചൊരു പ്രധാനമന്ത്രിയായി മാറുന്നു. BJPയുടെ പല അജണ്ടകൾക്കും ശശി തരൂർ PRO ആയി മാറുന്ന ഒരു സാഹചര്യം കൂടി പുതിയ ഒരു സവിശേഷതയാണ്. അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ശശി തരൂർ ഒന്നും അറിയാതെയല്ല ഇപ്പോഴത്തെ നീക്കങ്ങൾ നടത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏറ്റവും ഒടുവിൽ പറഞ്ഞാൽ ഈ ഭാഷാ വിവാദത്തിൽ ഹിന്ദി എല്ലാ സംസ്ഥാനങ്ങളിലും അടിച്ചേൽപ്പിക്കാൻ പോകുന്നുവെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയമാണ്. വരാനിരിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിലടക്കം DMK ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ കോൺഗ്രസും വളരെ ശക്തമായി ഉന്നയിച്ച് രംഗത്ത് വരാൻ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ ഭാഷാ വിവാദത്തിൽ ഹിന്ദിയെ പ്രകീർത്തിക്കുന്ന തരത്തിൽ ഒരു പോസ്റ്റ് ഇന്ന് ശശി തരൂരിൻ്റെതായി വരുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശത്ത് പോയി ഹിന്ദി സംസാരിക്കുന്നതിൽ തെറ്റില്ല എന്ന് അമിത്ഷാ ഇംഗ്ലീഷിനെ തള്ളിക്കൊണ്ട് നടത്തിയ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഒരു കാരണവുമില്ലാതെ ശശി തരൂർ അങ്ങനെ ഒരു പോസ്റ്റ് നടത്തില്ല എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ ടൈമിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ശശി തരൂർ വളരെ ബോധപൂർവം തന്നെയാണ് ഈ നീക്കങ്ങളൊക്കെ നടത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ നീക്കങ്ങൾ ശശി തരൂരിൻ്റെ തന്ത്രമാണോ എന്ന് ചോദിച്ചാൽ അത് തന്ത്രമാണ്, ഒരുപക്ഷെ തന്ത്രമാകാം എന്ന് തന്നെ വിലയിരുത്താം. ഓക്കെ, താങ്ക് യു. തന്ത്രമാണ് എന്ന വിലയിരുത്തലാണ് പിയ സുല്ലിം. Meet the editors.